മലയോര എക്സ്പ്രസ് പ്രധാന വാർത്തകൾ പവേഡ് ബൈ ജീവനം ആയുർവേദ് ഹോസ്പിറ്റൽ ഇരിട്ടി കീഴൂർ, സ്നേഹ സ്റ്റോഴ്സ് വാണിയപ്പറ, ലാസ അസോസിയേറ്റ്സ് അങ്ങാടിക്കടവ്. നമസ്കാരം, ഞാൻ അധ്യാത്മിക ഷിജോ. എല്ലാവർക്കും മലയോര എക്സ്പ്രസ് ന്യൂസിലെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഖനന സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്ന ഖനി ധാതു ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. സംസ്ഥാനങ്ങളുടെ അധികാരവും അവകാശങ്ങളും കവർന്നെടുക്കുന്ന നിയമമാണെന്ന് പ്രതിപക്ഷവും കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പ്രതിഷേധിച്ചു. ഖനികൾ അദാനിക്ക് നൽകാനാണ് നിയമ ഭേദഗതിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. 4 ആഴ്ച നീണ്ട പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാന 3 മിനിറ്റ് കൊണ്ട് ചർച്ചയില്ലാതെ പ്രധാന ബില്ലുകൾ പാസാക്കി പിരിഞ്ഞു. 19 ദിവസത്തെ സിറ്റിംഗിൽ 28 ബില്ലുകളാണ് പരിഗണിക്കാനിരുന്നത്. ഇതിൽ 11 ബില്ലുകൾ പാസായി. തുടക്കം മുതൽ അവസാന ദിവസം വരെ പ്രതിഷേധങ്ങളും സഭാ നടപടികൾ തടസ്സപ്പെടുത്തലുകൾക്കും മാത്രം സാക്ഷ്യം വഹിച്ച സമ്മേളനമായിരുന്നു ഇത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്നലെ മാത്രമാണ് സഭയിലെത്തിയത്. പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ പഞ്ചസാരയും ഉപ്പും കൊഴുപ്പും ഏതെല്ലാം അളവിൽ ചേർത്തിട്ടുണ്ടെന്ന വിവരം പാക്കറ്റിന്റെ മുൻവശത്ത് രേഖപ്പെടുത്തണമെന്ന് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ 2 ആഴ്ചയ്ക്കകം ഇത് നടപ്പാക്കണം. എന്താണ് കഴിക്കുന്നതെന്ന് ഉപഭോക്താക്കൾ, പ്രത്യേകിച്ച് കുട്ടികൾ അറിയണം. പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം അടക്കമുള്ള പല രോഗങ്ങളും നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ചലച്ചിത്ര നടൻ മധു, കവി ശ്രീകുമാരൻ തമ്പി, മുൻ ISRO ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ, ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റൻ PR ശ്രീജേഷ് എന്നിവർക്ക് കേരള സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകി ആദരിക്കും. സിൻഡിക്കേറ്റ് യോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത്. കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെ അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ മത്സരിച്ച് രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയ മലയാളി കായിക താരങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ പാരിതോഷികം. കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മുരളി ശ്രീശങ്കറിനും പാരാ അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ 100 മീറ്ററിൽ വെള്ളി നേടിയ മുഹമ്മദ് ബാസിലിനും 20 ലക്ഷം രൂപ പാരിതോഷികമായി നൽകും. പരിശീലകർക്ക് 2 ലക്ഷം രൂപ വീതം നൽകും. നീന്തലിൽ ഫൈനലിസ്റ്റായ സാജൻ പ്രകാശ്, 400 മിക്സഡ് റിലേയിൽ ഫൈനലിസ്റ്റായ അൻസ ബാബു എന്നിവർക്ക് 5 ലക്ഷം രൂപ വീതം നൽകുമെന്ന് കായികമന്ത്രി OJ ജനീഷ് അറിയിച്ചു. വ്യാജരേഖ ഉപയോഗിച്ചുള്ള അവയവ കച്ചവടം മനുഷ്യരാശിക്കും സമൂഹത്തിനുമെതിരായ ഗുരുതര കുറ്റകൃത്യമെന്ന് ഹൈക്കോടതി. നിയമപരമായ അവയവദാനത്തോട് ജനങ്ങൾക്കുള്ള വിശ്വാസം ഇത്തരക്കാർ ഇല്ലാതാക്കി. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അനധികൃത അവയവ കച്ചവട കേസിലെ 1-ാം പ്രതി മുഹമ്മദ് നജീബ് കല്ലഡ്രയുടെ ജാമ്യ ഹർജി തള്ളിയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ. ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരുടെ സീനിയോറിറ്റി പട്ടിക തയ്യാറാക്കി യഥാസമയം സ്ഥാനക്കയറ്റം നൽകാൻ ആരോഗ്യവകുപ്പിൽ പ്രത്യേക HR സെൽ പ്രവർത്തനം ആരംഭിച്ചതായി ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരൻ അറിയിച്ചു. കടവന്ത്രയിൽ 10 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ തഹസിൽദാരും 2 ഏജന്റുമാരും വിജിലൻസിന്റെ പിടിയിലായി. ലാൻഡ് റെക്കോർഡ്സ് തഹസിൽദാർ ജോസഫ് ആന്റണി, ഏജന്റുമാരായ ഷിബിൻ, കണ്ണൻ എന്ന രാജേഷ് എന്നിവരെയാണ് വിജിലൻസിന്റെ എറണാകുളം യൂണിറ്റ് കസ്റ്റഡിയിലെടുത്തത്. പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്ക് വേണമെന്നാവർത്തിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇക്കാര്യമടക്കം ചർച്ച ചെയ്യാൻ മുന്നണി യോഗം വിളിക്കണം. പാർലമെന്ററി പാർട്ടി യോഗം മാത്രമാണ് ചേരുന്നത്. ഇത് ശരിയല്ലെന്ന് CPM നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. മന്ത്രി N ഷംസുദ്ദീൻ പരീക്ഷാഭവനിൽ മിന്നൽ പരിശോധന നടത്തി. അപേക്ഷകർക്ക് 15 ദിവസത്തിനകം സർട്ടിഫിക്കറ്റുകൾ നൽകണമെന്നും കാലതാമസം ഒഴിവാക്കാൻ പുതിയ ലാപ്ടോപ്പുകളും കൂടുതൽ ജീവനക്കാരെയും നിയോഗിക്കണമെന്നും മന്ത്രി കർശന നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9-ാം പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കില്ലെന്ന് കോടതി അറിയിച്ചു. തിരുവനന്തപുരം സെഷൻസ് കോടതി വിധിയിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കേരളത്തിലുടനീളം 15,000 കേന്ദ്രങ്ങളിൽ ദേശീയ പതാക ഉയർത്തി വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വന്ദേമാതരത്തെ അപമാനിക്കുന്നതിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർത്തുകയാണ് ലക്ഷ്യം. ഫ്രീഡം ക്വിസിൽ VD സവർക്കറെ ഉൾപ്പെടുത്തി വിവാദ ചോദ്യാവലി തയ്യാറാക്കിയ അധ്യാപകന്റെ സസ്പെൻഷന് അടിയന്തര സ്റ്റേ ഇല്ല. സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് പള്ളക്കടുക്ക AUP സ്കൂൾ അധ്യാപകനായ ഗുരുപ്രസാദ് നൽകിയ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റി. അന്തരിച്ച ADM നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജന N നായർക്ക് സർക്കാർ ജോലി നൽകി.
സമാശ്വാസ തൊഴിൽദാന പദ്ധതി പ്രകാരം ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസറായാണ് നിയമനം. നിയമന ഉത്തരവ് മുഖ്യമന്ത്രി നേരിട്ട് നിരഞ്ജനയ്ക്ക് കൈമാറി. കേന്ദ്ര സർക്കാരിനെതിരെ സിപിഐ ആഹ്വാനം ചെയ്ത സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിക്ക് പോകാൻ ബുക്ക് ചെയ്ത ട്രെയിൻ റദ്ദാക്കി. ബുക്കിംഗിനായി മുൻകൂർ നൽകിയ 10 ലക്ഷം രൂപ റെയിൽവേ തിരികെ നൽകി. സെപ്റ്റംബർ 1-ന് രാംലീല മൈതാനിയിലുള്ള സമരം പൊളിക്കാനുള്ള കേന്ദ്ര നീക്കമാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആരോപിച്ചു. അസ്ഥിബന്ധങ്ങളിലെ വേദനയും സന്ധികളിലെ തേയ്മാനവും കാരണം വിഷമിക്കുകയാണോ? നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കുള്ള പൂർണ്ണ പരിഹാരവുമായി ജീവനം ആയുർവേദിക് ക്ലിനിക്. പരമ്പരാഗത ആയുർവേദ രീതിയും ആധുനിക അറിവുകളും സമന്വയിപ്പിച്ചുള്ള ശാസ്ത്രീയമായ ബോൺ സെറ്റിംഗ്, അസ്ഥികളുടെ ഘടന വീണ്ടെടുക്കുന്നതിനുള്ള ബോൺ അലൈൻമെന്റ് എന്നിവയാണ് ഞങ്ങളുടെ പ്രത്യേകത. വേദനകളില്ലാതെ, പാർശ്വഫലങ്ങളില്ലാതെ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാം. ജീവനം ആയുർവേദിക് ക്ലിനിക്, ആശ്വാസത്തിലേക്കുള്ള ശരിയായ പാത. ജീവനം, കീഴൂർ, ഇരിട്ടി. സിപിഎം നിയന്ത്രണത്തിലുള്ള ഹലാൽ ഫായിദ സഹകരണ സംഘത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ രൂക്ഷ വിമർശനവുമായി ടി കെ ഗോവിന്ദൻ. നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടെന്നും അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാലക്കാട് MSF നേതാവിനെ കാണാനില്ലെന്ന് പരാതി. ചെർപ്പുളശ്ശേരി ഐഡിയൽ കോളേജിലെ MSFന്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ ഫാസിൽ ടിപിയെ കാണാനില്ലെന്നാണ് പരാതി. കേരളത്തിൽ 17 വരെയുള്ള ദിവസങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ RSSന് പൂർണ്ണമായും കീഴടങ്ങിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വന്ദേമാതരം മുഴുവൻ ആലപിക്കാൻ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഓപ്പറേഷൻ തൂഫാനിൽ അറസ്റ്റിലായ MDMA കേസ് പ്രതി നവകേരള സദസ്സ് നടക്കുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലുണ്ടെന്ന് മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസ്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ശുദ്ധ കളവാണെന്നും റിയാസ് ആരോപിച്ചു. അന്യായമായ സ്ഥലമാറ്റത്തെ തുടർന്ന് 2 സർക്കാർ ഉദ്യോഗസ്ഥർ മരിച്ച സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. സ്ഥലംമാറ്റ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നത് സിവിൽ സർവീസ് മേഖലയെ അസംതൃപ്തമാക്കുന്നു. സ്ഥലംമാറ്റത്തിന് പിന്നിൽ അഴിമതിയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. മദ്യശാലകളിൽ ജവാൻ റമ്മിന് മുൻഗണന നൽകുന്ന കേരള സർക്കാർ നയത്തിനെതിരെ മദ്യനിർമ്മാതാക്കളുടെ കോൺഫെഡറേഷൻ സുപ്രീംകോടതിയിൽ ഹർജി നൽകി. കേരള ബിവറേജസ് കോർപ്പറേഷനും ജവാൻ റം നിർമ്മാതാക്കളായ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിനും കോടതി നോട്ടീസ് നൽകി. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ പോലീസിനെതിരെ ഭീഷണി പ്രസംഗം നടത്തിയ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിനെതിരെ കേസ്. പോലീസുകാർക്കും അമ്മയും പെങ്ങന്മാരുമുണ്ട്. ഞങ്ങളുടെ വീടുകളിൽ കയറിയാൽ ഞങ്ങളും തിരിച്ചു കയറുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഭീഷണി പ്രസംഗം. മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിന് മുന്നിൽ SFIയുടെ ബാനർ. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ചിത്രത്തിനൊപ്പം എന്റെ പുതുയുഗ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഭംഗി കൂടിപ്പോയോ എന്നാണ് ബാനറിൽ എഴുതിയിരിക്കുന്നത്. വീട്ടിലിരുന്ന് ഉയർന്ന വരുമാനം നേടാവുന്ന ഓൺലൈൻ ജോലികൾ, നിക്ഷേപത്തിന് ഉയർന്ന ലാഭം തുടങ്ങിയ വാഗ്ദാനങ്ങൾ നൽകി തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ് അറിയിച്ചു. ബംഗളൂരുവിൽ നിന്ന് കാസർഗോഡേക്ക് പോവുകയായിരുന്ന KSRTC ബസിന് നേരെ കർണാടകയിൽ മുട്ടയേറുണ്ടായി. ഡ്രൈവറുടെ കാഴ്ച മറച്ച് അപകടമുണ്ടാക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയമുയർന്നതോടെ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അട്ടിമറി സാധ്യത ഉൾപ്പെടെ അന്വേഷിക്കാൻ ഉത്തരവിട്ടു. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ വിമർശിച്ച മുൻ മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കൊട്ടാരക്കര താലൂക്ക് NSS യൂണിയൻ. ഗണേഷ് കുമാറിനെ കരയോഗത്തിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ആവശ്യം. ഹെൽമറ്റ് ധരിക്കാതെ സ്കൂട്ടർ ഓടിച്ച മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തില്ല. ദൃശ്യങ്ങൾ സഹിതം പരാതി ലഭിച്ചിട്ടും പിഴ ചുമത്തിയിട്ടില്ലെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തുടനീളം 400ഓളം യൂണിറ്റുകളിൽ കുടുംബശ്രീ ഈ വർഷവും ഓണസദ്യ ഒരുക്കുന്നു. 17 രൂപ മുതൽ വിലയിൽ സദ്യ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. ഒപ്പം ഇഷ്ടമുള്ള പായസങ്ങളും പ്രത്യേകം ഓർഡർ ചെയ്യാം. ഈ ഓണക്കാലത്ത് ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നവർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളിൽ ഓണസദ്യ ഒരുക്കുന്നു. ഓഗസ്റ്റ് 15 മുതൽ 31 വരെ യാത്ര ചെയ്യുന്നവർക്ക് 18 മണിക്കൂർ മുൻപ് വരെ സദ്യ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. പാലട പ്രഥമൻ ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ അടങ്ങിയ സദ്യ പ്രത്യേക പാക്കറ്റുകളിലാണ് നൽകുന്നത്. അർജുൻ ഖാർഗെയെ ജാതി അധിക്ഷേപം നടത്തിയതിൽ പ്രതിഷേധിച്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കും. പരാതി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്ന് രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ പറഞ്ഞു.
ബിജെപിക്ക് ബന്ധമുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജെ.പി. നദ്ദ. ശ്രീരാം സേന എന്ന തീവ്ര ഹിന്ദു പ്രസ്ഥാനത്തിലെ അംഗങ്ങളാണ് ശുദ്ധികലശം നടത്തി അധിക്ഷേപിച്ചത്. ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ പ്രക്രിയ ഇന്ന് ആരംഭിക്കും. അപേക്ഷ നൽകുന്നതിന് മുൻപായി അപേക്ഷകർ ഡിജി ലോക്കർ അക്കൌണ്ടുകൾ പരിശോധിച്ച് സജ്ജമാക്കണം. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെക്കുറിച്ച് അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് ബിജെപി എംപി നാഗേന്ദ്ര റേയ്ക്ക് നൽകിയ ബംഗാളിന്റെ സിവിലിയൻ ബഹുമതിയായ ബംഗാ വിഭൂഷൺ പുരസ്കാരം പശ്ചിമബംഗാൾ സർക്കാർ പിൻവലിച്ചു. സാംസ്കാരിക വകുപ്പിറക്കിയ ഉത്തരവിലൂടെയാണ് പുരസ്കാരം റദ്ദാക്കിയതായി ബംഗാളിലെ ബിജെപി സർക്കാർ അറിയിച്ചത്. ശിരോമണി അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ ആക്രമണം. മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. ബാദലിന്റെ വലതു കൈക്ക് പരിക്കേറ്റു. ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിനിടെ നിർമ്മാണത്തിലുള്ള തുരങ്കത്തിൽ കുടുങ്ങി 7 തൊഴിലാളികൾ മരിച്ചു. 14 പേർക്ക് പരിക്ക്. ചമോലി ജില്ലയിലെ പിപ്പൽകോട്ടിയിൽ THDC പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കത്തിലാണ് അപകടമുണ്ടായത്. 16 തൊഴിലാളികളെ രക്ഷിച്ചു. കോക്രോച്ച് പരാമർശം നടത്തിയ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെ കോൺവക്കേഷന് ക്ഷണിച്ചതിൽ പ്രതിഷേധിച്ച് ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് വിദ്യാർത്ഥികൾ കത്ത് നൽകി. ഹൈദരാബാദിലെ നാഷണൽ അക്കാദമി ഓഫ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് അധികാരികൾക്ക് കത്ത് നൽകിയത്. ഇതോടെ കോൺവക്കേഷനുള്ള വിദ്യാർത്ഥികൾക്ക് ബാർ കൌൺസിൽ അംഗത്വം നിഷേധിച്ച് ചെയർമാൻ ഉത്തരവിറക്കി. പ്രതിഷേധം കനത്തതോടെ ഉത്തരവ് പിൻവലിച്ചു. എയർ ഇന്ത്യ ഗ്രൂപ്പിലെ എല്ലാ പൈലറ്റുമാർക്കും നിർബന്ധിത മയക്കുമരുന്ന് പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി കമ്പനി. നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് അനുവദനീയമല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള പദാർത്ഥങ്ങളോ മരുന്നുകളോ പൈലറ്റുമാർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് പരിശോധന. വയോധികനിൽ നിന്ന് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ 10 കോടിയിലധികം രൂപ അപഹരിച്ച കേസിൽ വൻതോതിൽ ഫോളോവേഴ്സുള്ള വ്ളോഗർ രോഹൻ ജാദവ് പൂനെയിൽ അറസ്റ്റിലായി. രൂക്ഷമായ ഊർജ്ജ പ്രതിസന്ധി മൂലം ബംഗ്ലാദേശ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. കർഷകരെയും വ്യവസായങ്ങളെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയ ഈ ഊർജ്ജക്ഷാമം പരിഹരിക്കുന്നതിനായി ബംഗ്ലാദേശ് ഇന്ത്യയുടെ സഹായം തേടി. റഷ്യൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായ ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ കടുത്ത ക്ഷാമമുണ്ടെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി. CNN-ന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. യുഎസുമായുള്ള സംഘർഷത്തിൽ നിലപാട് കടുപ്പിച്ച് ഇറാൻ. ഉപരോധവും യുദ്ധവും അവസാനിപ്പിക്കുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് തുറക്കില്ലെന്ന് പുതിയ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹസൻ റസായി വ്യക്തമാക്കി. തുർക്കിയിൽ നിന്ന് മടങ്ങുന്നതിനിടെ US പ്രസിഡന്റ് ട്രംപ് എയർഫോഴ്സ് 1 വിമാനം ഉപേക്ഷിച്ച് ട്രക്കിലൊളിച്ച് മറ്റൊരു വിമാനത്തിൽ രഹസ്യയാത്ര നടത്തിയതിനെ പരിഹസിച്ച് ഇറാനിയൻ മാധ്യമങ്ങൾ. ഇറാന്റെ സൈനിക ശക്തിയെ ഭയന്നാണ് ട്രംപ് രഹസ്യമായി വിമാനം മാറിക്കയറി യാത്ര ചെയ്തതെന്നാണ് പരിഹാസം. പ്രഥമ ഫിഫ ആസിയാൻ കപ്പിൽ നിന്ന് ഇന്ത്യ പിന്മാറി. AIFF ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി M. സത്യനാരായണനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ മികച്ച ടീമുകൾക്കൊപ്പം കളിക്കാനുള്ള സുവർണാവസരമാണ് ഈ തീരുമാനത്തിലൂടെ ഇന്ത്യയ്ക്ക് നഷ്ടമാകുന്നത്. ബ്രസീലിനെതിരെ കളിക്കാനുള്ള പരിശീലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ആസിയാൻ കപ്പിൽ നിന്ന് പിന്മാറിയത്.